രാധിക ചേച്ചി നോക്കിയേ, ഇനിയും വേണോ? മതി. ഇനി എന്നും വേണോ? എന്നാ എന്റെ പൂ അക്ക ചേച്ചി മാല ഭഗവതിക്ക് ചേർത്താനാ. ഭഗവതിക്ക് പുഷ്പാർച്ചനയ്ക്കാ? എന്തിനാ ചേച്ചി പുഷ്പാർച്ചന? പാവം പോവാൻ. ആരുടെ പാവം പോവാനാ? എല്ലാവരുടെയും. ഉണ്ടോ വല്ല പുതുപുത്തം പുളു? എന്താ നോക്കുന്നേ? ഉണ്ടേ പറ. പുളുവാണേലും കേക്കാൻ സുഖാ. തോണിയിലൊന്ന് കൊണ്ടുവന്നാ പോരെ, അതിനധികം കാലതാമസം ഒന്നും ഉണ്ടാവില്ല. നോക്കിക്കോ. പിന്നെ അവളിപ്പോ ഇറങ്ങി വരാൻ പോവാ. നിനക്കറിയില്ല, അവൾക്ക് എന്നോട് ഇഷ്ടമൊക്കെ ഉണ്ട്. ഇന്നലെ സർപ്പക്കാവിൽ വെച്ച് ഞാനൊന്ന് അടക്കി പിടിച്ചു. അവള് പേടിച്ച് ഒച്ചയുണ്ടാക്കി. എല്ലാവരും ഓടിക്കൂടിയപ്പോ അവൾ എന്താ പറഞ്ഞെന്നറിയാവോ? ഒരു പാമ്പിനെ കണ്ട് പേടിച്ചതാണെന്ന്. അതെന്നോട് ഇഷ്ടമുള്ളോണ്ടല്ലേ ഗോപു? നീ ഇഷ്ടവും പറഞ്ഞിരുന്നോ? വല്ല മൂലവും കൊണ്ടിരുത്തി ഭജനയോ പാട്ടോ പാടിക്കാന്നല്ലാതെ നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം? ഞാൻ വല്ലതും അയക്കണമായിരുന്നു. ഓ എനിക്കതൊക്കെ പറയാനുണ്ട്. വേണ്ട, ഇവിടെ വെച്ചൊന്നും പറയണ്ട. ഇവിടെ വെച്ച് വേണ്ടെങ്കിൽ പിന്നെ എവിടെ വെച്ചാ? രാത്രിയിൽ ഒന്ന് ഇറങ്ങി വരാവോ? ആരും അറിയില്ല. പുഴയുടെ തീരത്ത് പോയിരുന്ന് സംസാരിക്കാം. വേണ്ട, ഞാനൊന്നിനുമില്ല. വാതിലിന്ന് മാറ്. ഞാൻ വിടില്ല. മാറാൻ ഇല്ലെന്നേ. രാത്രിയിൽ ഞാൻ വിളിക്കുന്നിടത്ത് വരാന്ന് പറ. ഇല്ല, ഞാൻ വരില്ല. മാറില്ല. കണ്ടിട്ട് ആരെങ്കിലും വരും കേട്ടോ. ആരും വരില്ല. ഞാൻ അന്നത്തെ പോലെ വിളിച്ചു കൂവും. ഇനി കൂവില്ലാന്ന് എനിക്കറിയാമല്ലോ. പെണ്ണെ, നിനക്കെന്നെ ഇഷ്ടമാണല്ലോ, പിന്നെ എന്തിനാ ഈ പവറൊക്കെ? ഇല്ല, എനിക്കിഷ്ടമില്ല. ഇഷ്ടമല്ലേ? ഇല്ല. എന്നാ ഒന്ന് ഇഷ്ടപ്പെടുത്തിയിട്ടേ ഉള്ളൂ. അയ്യോ, ആരെങ്കിലും ഒന്ന് ഓടി വായോ. രാധിയമോളെ കുളിമുറിക്കകത്ത് കിടന്ന് കരയുന്നു. അയ്യോ, ഒന്ന് വേഗം ഓടി വായോ. എന്താ ബാബുജി? വേണ്ട, രാധിയമോള് കുളിമുറിക്കകത്ത് കിടന്ന് പേടിച്ച് കരയുന്നു. കണ്ടില്ലേ, ഞാൻ എപ്പോഴും പറഞ്ഞല്ലേ. രാധികെ, രാധിയെ വാതിൽ തുറക്ക്. രാധിയെ വാതിൽ തുറക്കും മോളെ. അയ്യോ, അനക്കമില്ലല്ലോ. രാധിയെ വാതിൽ തുറക്കാൻ. രാധികെ, എന്തു പറ്റി മോളെ? കുളിച്ചു കഴിഞ്ഞില്ലേ മോളെ? വാതിൽ തുറക്കാൻ. രാധികെ, നീ എന്താ ബഹളം വെച്ചേ? രാധികെ, വാതിൽ തുറക്കാനാ പറഞ്ഞത്. എന്തു പറ്റി മോളെ? എന്താ മോളെ? എന്തിനാ കുട്ടി കരയുന്നേ? രാധികെ, എന്നോട് പറ മോളെ. എന്തിനാ മോളെ കരയുന്നേ?
മോളെ. കളിച്ച് കളിച്ച് പെമ്പിള്ളാരെ കുളിക്കുന്ന കുളിമുറി വരെ എത്തി. എന്നാലും എന്റെ വാസന്തി, പ്രായമായ ആമ്പിള്ളാരെ ഇങ്ങനെ കയറൂരി വിടരുത്. കണ്ണാ, എടാ നീ. അമ്മ ഞാൻ വെറുതെ. വേണ്ട അമ്മ ഞാൻ പറയട്ടെ. നീ ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. അമ്മ ഞാൻ വെറുതെ. എനിക്കൊന്നും കേൾക്കട്ടെ, ഇറങ്ങി പോകണ്ടെന്ന് പറഞ്ഞായിട്ടില്ലേ? ഈ വീട്ടിൽ എനിക്ക് എന്നെ കാണണ്ട, ഒരിക്കലും കണ്ടുപോയിരുന്നു കേട്ടവനെ. ഇറങ്ങി പോകാൻ പറഞ്ഞായിട്ടില്ലേ? ഇറങ്ങി പോകാനാ പറഞ്ഞത്. അച്ഛാ, നിനക്ക് എന്തിന്റെ സുഖം? ഒന്ന് വെറുതെ ഇരിക്കേ ചേച്ചി. പറഞ്ഞാ കേൾക്കില്ല. എന്തുണ്ടായിട്ടാ ഇങ്ങനെ? വേണ്ട, ഒന്നും ചെയ്യിക്കണ്ട. എല്ലാരും കൂടെ പൊക്കെ തലയിലോട്ട് വെച്ചോ. നേരെ ചൊവ്വെ വളർത്തുന്ന പെമ്പിള്ളാരെ കൊണ്ട് നിർത്താൻ കൊള്ളാവുന്ന വീടല്ല ഇതെന്ന് ഇപ്പം മനസ്സിലായി. അതിന്റെ വേഷവും പടുതിയൊക്കെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി 6 വഷളാണെന്ന്. എന്തിനാണ് നീ ഇങ്ങനെ ജീവിക്കുന്നത്? ഒന്ന് വെറുതെ ഇരിക്കുക. നീ മാറി നിൽക്കുക. എന്തിനാ എനിക്ക് നാണവും മാനവും കിട്ട് വളർത്തി വിട്ടിരിക്കുന്ന വലിയ തറവാട്ടുകാര്. ഇപ്പൊ മനസ്സിലായി ഇവിടെ അധികകാലം ഇവിടെ നിർത്തിക്കൂടാൻ മേലാത്തത് എന്താണെന്ന്. എന്തിനാ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നേ? അവൻ വെറുതെ തമാശക്ക് എന്തെങ്കിലും ചെയ്തു വെച്ച്. തമാശയോ? പെമ്പിള്ളേരെ വിളിക്കുന്ന കുളിമുറിക്കകത്താണോ ഇവിടുത്തെ പിള്ളേരുടെ തമാശ? വെറുതെ അങ്ങ് എത്താത്തോളൊന്നും പറയാ ചേച്ചി. ചെറുക്കിനെ പോലെ തന്നെ പെണ്ണും ഞങ്ങളുടെ തന്നെയാ, ഭേദമൊന്നുമില്ല. എന്നെ മുറുക്കി പിടിച്ചോണ്ടിരുന്നോ? വിജി, നിനക്കെന്താ അതിൽ കാര്യം? എന്തിനാ നീ ഇവന്റെ പക്ഷം പിടിക്കുന്നത്? തെറ്റ് ഇവന്റെ തന്നെയാ. നാണോ മാനം കെട്ട് എന്തിനാണ് ഇനി ജീവിച്ചിരിക്കുന്നത്? പോയി എവിടെയെങ്കിലും തൂങ്ങിച്ചാവ്. മതിയായി. അവധിക്കാലം അരങ്ങേറ്റമല്ല. ഞങ്ങൾ പുറപ്പെടുക. വാസന്തി, പോട്ടെ മോളെ. കണ്ണാ, നീ അകത്ത് പോ. ഞാനെങ്കിലും സഹിക്കാനച്ചാ. എല്ലാം കരുത്ത് നശിപ്പിച്ചില്ലേ ഒരുത്ത്. പോട്ടെ മോളെ. പരമേശ്വര, പ്രായമായ പെങ്കൊച്ച ഏനക്കേട് വല്ലതും തട്ടിയോ നോക്കണേ. വേണ്ട, പെങ്ങളൊന്നും മിണ്ടണ്ട. ഇരുന്ന് മോങ്ങാൻ എഴുന്നേറ്റ് പെട്ടിയെടുക്കുന്നുണ്ടോ? ഏതും പോരാത്ത ഈ വീട്ടിൽ നിന്ന് എത്രയും വേഗം പോകാൻ നിൽക്കുന്നോ അത്രയും നല്ലത്. അപ്പോ പോകാൻ തന്നെയാണോ മഹേശ്വരി തീരുമാനം? നാടിനും വീടിനും നിരക്കാത്തതൊക്കെ കൺമുമ്പിൽ കണ്ടാ പിന്നെ എന്താ ചെയ്യാ? ഈ തറവാടിനിപ്പോ രാഹുവിന്റെ ദൃഷ്ടിയാ. കുറെ കാലത്തേക്ക് ഇവിടെ അനിഷ്ടേ നടക്കൂ. ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളെന്തെങ്കിലും വികൃതി കാണിച്ചു എന്ന് വിചാരിച്ച് അതിന് ഇത്രയൊക്കെ വേണോ? സമാധാനമായിട്ട് ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ? ആണിനും പെണ്ണിനും കൂടി ഇതൊന്നേ ഉള്ളൂ. പോരെങ്കിൽ സൂക്ഷിക്കേണ്ട പ്രായവും. അതുകൊണ്ട് ആലോചിച്ചിട്ട് തന്നെയാ പോകാമെന്ന് വെച്ചത്. മഹേശ്വരി, ഈ കുഞ്ഞിന് വേണ്ടിയാ ഞാൻ ഇവിടെ സർപ്പം തുള്ളി നടന്നിരിക്കണേ. അവളും കൂടെ വേണം ഇവിടെ, അല്ലെങ്കിൽ അതൊരു ദുർനിമിത്ത. ഇക്കാര്യത്തിൽ കാരണവന്മാരെ എതിർക്കുകയാണെന്ന് വിചാരിച്ചാലും ശരി, എനിക്കിനി മാറ്റി പറയാനൊന്നുമില്ല. ചേച്ചി, ചേച്ചി എന്റെ കൊച്ചിന്റെ കുറ്റത്തിന് എന്തിനാ രാധികയെ കൊണ്ടുപോകുന്നേ? ഞാൻ അവനങ്ങ് അയച്ചേക്കാം തിരുവനന്തപുരത്തേക്ക്. വിജി, എനിക്കിനി അവന്റെ മുഖം കാണണ്ട. നീ ചെല്ല്, ഉടനെ അവനോട് പുറപ്പെട്ടു പോകാൻ പറ. ചേച്ചി, എന്താ ഇത്? നീ ഒന്ന് ചെല്ലുന്നുണ്ടോ? ഇവിടെ നാരും പോകാൻ ഞാൻ സമ്മതിക്കില്ല. ഈ തറവാടാ എന്റെ ജീവൻ. നിങ്ങളൊക്കെ എന്റെ സ്വത്ത്. തനി ഒറ്റയാനായി കഴിഞ്ഞതും ഈശ്വര കാര്യങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചതും ഈ തറവാടിന് വേണ്ടിയാ. ഓരോ അവധിക്കാലവും കാത്ത് ഈ വീടിന്റെ ഉമ്മറത്തിരിക്കുമ്പോ ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാ എന്റെ മനസ്സില്. ആ ഞാൻ നിങ്ങളിൽ ആരുടെ കാലിലാ വീഴേണ്ടത്? ആരുടെ കാലിലാ വീഴേണ്ടത്?
പറ